ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും തേക്കടിയിൽ പോകണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നത്. അവസാനം അതിനൊരവസരം കിട്ടി. ബോട്ടിങ്ങിന് പോകാനായിട്ടാണ് ഞങ്ങൾ തേക്കടിയിൽ എത്തിയത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും അവരുടെ ഷട്ടിൽ ബസ്സിനാണ് നമ്മളെ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ബോട്ടിങ്ങിന് ഓൺലൈനായിട്ടും ടിക്കറ്റ് അവൈലബിൾ ആണ്. ഉച്ചയ്ക്ക് 1:30-ക്കുള്ള ബോട്ടിംഗ് സർവീസിനാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ലഭിച്ചത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് അനുയോജ്യമായ പച്ചപ്പ് നിറഞ്ഞ ഒരുപാട് സ്പോട്ടുകൾ അവിടെയുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് KTDCയുടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. ബോട്ടിൽ കയറുമ്പോൾ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ നമുക്ക് ലൈഫ് ജാക്കറ്റ് തരുന്നുണ്ട്. അതെല്ലാവരും വെയർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ നമ്മുടെ ബാഗിൽ ചെറിയ രീതിയിലുള്ള ബിസ്ക്കറ്റോ വെള്ളമോ കരുതുന്നതിൽ തെറ്റില്ല. ബോട്ടിൽ ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് എതിർപ്പില്ല. എങ്കിലും പ്ലാസ്റ്റിക്കുകളോ ഒന്നും നമുക്ക് വലിച്ചെറിയാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ഞങ്ങൾ ബോട്ടിങ്ങിൽ വെച്ച് കണ്ട മൃഗങ്ങളാണ്. പക്ഷേ എല്ലാവരും പറയുന്നത് അത് ഒരു ലക്കിനെ മൃഗങ്ങളെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കൂ എന്നാണ്. എങ്കിലും ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിച്ചു. ബോട്ടിങ്ങിന് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കിങ്നോസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.